കുറേ നാളായി കുണ്ടന്നൂർ തേവര വഴി പോയിട്ട്. ഇപ്പം നമ്മൾ ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി പോകാം. നമ്മുടെ വലതുവശത്ത് മതിൽക്കെട്ടിനകത്ത് കാണുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡാണ്, പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഇത് അറ്റ്ലാന്റിസ് ജംഗ്ഷനായിരുന്നു ഇപ്പം കഴിഞ്ഞത്. അറ്റ്ലാന്റിസ് ജംഗ്ഷൻ കഴിഞ്ഞ് തൊട്ട് മുന്നിൽ തേവര ജംഗ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് കയറിയാണ് നമ്മൾക്ക് പോകേണ്ടത് കുണ്ടന്നൂരിലേക്ക്. നേരെ പോയി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ തേവര ജംഗ്ഷനെത്തും. ഈ മതിൽക്കെട്ട് തീർന്നിട്ടില്ല. ഇത് റൈറ്റ് സൈഡിലൊരു മെയിൻ എൻട്രി ആണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ. ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ആയതുകൊണ്ട് മറ്റേ ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട്. ചെറിയ ബ്ലോക്കൊക്കെ കാണാം. ബസ്സുകളൊക്കെ ഒരു നോട്ടമില്ലാതെ ചിലപ്പോൾ കയറി പോകാം. കാരണം ഫോർട്ട് കൊച്ചിക്കുള്ള ബസ്സുകളൊക്കെ അതുപോലുള്ള പോക്കാണ് പോകുന്നത്. ലെഫ്റ്റ് സൈഡിലൊരു പോലീസ് സ്റ്റേഷനാണ്. ഏതോ DYSP SP ഏതോ വലിയൊരു ഓഫീസറിൻ്റെ ഓഫീസാണത്. ഇതൊരു സ്കൂൾ വാനാണല്ലോ. ഇതിനകത്ത് പിള്ളേരെ തിങ്ങി നിറച്ചാണല്ലോ കൊണ്ടുപോകുന്നത്. ഇതൊന്നും പാടില്ല. കാരണം എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാലേ, പ്രത്യേകിച്ച് ഈ വണ്ടി മാരുതി വാൻ, സേഫ്റ്റി എന്ന് പറഞ്ഞ കാര്യമേ ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതൊന്നും ഒരിക്കലും സ്കൂളിലോട്ടത്തിന് വിടാൻ പാടുള്ളതല്ല. ഉണ്ടോ, സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ ബ്ലോക്ക് വന്നാൽ പിന്നെ ഊടുപാടെ ഹോണടിയാണ്. ഉണ്ടോ, ഞെക്കി പിടിച്ചേക്കാനുണ്ടോ, ആരാണ്ട് ഹോൺ ഞെക്കി പിടിച്ചേക്കാണ്. ഈ വണ്ടിയാന്ന് തോന്നി മുന്നിലുള്ള ബസ്. ലെഫ്റ്റിലേക്ക് ഫ്രീ ലെഫ്റ്റ് ആണല്ലോ, അപ്പോൾ അത് ആ വണ്ടി ഈ ഓട്ടോക്കാരൻ വട്ടം നിൽക്കുന്നതുകൊണ്ട് ആർക്കും പോകാൻ പറ്റുന്നില്ല. നമ്മൾ ബൈക്കിലായതുകൊണ്ട് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ. നമ്മളങ്ങനെ SS തേവര കോളേജിലേക്കുള്ള റൂട്ടിൽ വന്ന് കയറി. തിരക്കുള്ള റോഡാണ്, വീതി കുറഞ്ഞ റോഡാണ്. അതാണൊരു പ്രശ്നമുള്ളത്. ഇവിടെ അടുത്ത് എവിടെയാണ് നമ്മുടെ തേവര KSRTCയുടെ തേവര ഡിപ്പോ. ആ ഡിപ്പോയിൽ ഇഷ്ടം പോലെ KSRTCൻ്റെ വോൾവോ AC ബസ്, ലോ ഫ്ലോർ ബസ് ഉണ്ടല്ലോ, അത് ചെടിയും കുറ്റിക്കാടും ഒക്കെ പിടിച്ച് ആകെ ദ്രവിച്ച് നിൽക്കുന്ന കുറേ ബസ്സുകളുണ്ട്. ഒക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നു. കാരണം നമ്മൾ പൊതുജനത്തിൻ്റെ പൈസയാണല്ലോ, കാശ് മുടക്കി ഓരോന്നും മേടിക്കും. പിന്നെ അതിനെക്കുറിച്ചൊരു ഒരു മെയിൻ്റനൻസോ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ നശിപ്പിച്ച് വയ്ക്കും. അല്പദൂരം കൂടി പോയ SH തേവരയാണ്. ഫേമസ് ആണല്ലോ, സേക്രഡ് ഹാർട്ട്സ് കോളേജ് തേവര. ഒത്തിരി മഹാന്മാരും മഹതികളൊക്കെ പഠിച്ചിട്ടുള്ള കോളേജാണെന്നാണ് പറയപ്പെടുന്നത്. SH കോളേജിൻ്റെ മതിൽക്കെട്ട് കണ്ടു. നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ആ ബിൽഡിംഗ്, അതാണ് ഫേമസ് സേക്രഡ് ഹാർട്ട്സ് കോളേജ്. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്കൂളാണുള്ളത്. അതും SHൻ്റെ അല്ലേ, സേക്രഡ് ഹാർട്ട്സ് സ്കൂളായിരിക്കണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അവിടെ നിന്ന് 2-3 സ്കൂൾ ബസ്സൊക്കെ കയറി പോകുന്നു. അതുകൊണ്ടൊരു സെക്യൂരിറ്റി അവിടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം. സ്കൂൾ ബസ് ഒരു സ്റ്റോപ്പിലൊക്കെ നിർത്തുമ്പോൾ എതിരെ വരുന്ന വണ്ടിയും ബാക്കിലൂടെ വരുന്ന വണ്ടിയും ശരിക്കും നിർത്തിയിടണം. കാരണം കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എപ്പോഴാണ് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ബസ്സിൻ്റെ പുറകെ കൂടെ ഓടുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ. ഒരു ബസ് വന്ന് സ്കൂൾ ബസ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ബോർഡ് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യണമായിരിക്കാം, അതിങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ എതിരെ വരുന്ന വണ്ടിയും അവിടെ നിർത്തിയിടും, പിറകിലൂടെ വരുന്ന വണ്ടിയും അത് കുറച്ച് മാറി നിർത്തിയിടും. അതവിടുത്തെ പോളിസിയാണ്. അത് എല്ലാവരും അത് പാലിക്കേണ്ട ഒരു പോളിസിയാണ്. നമ്മുടെ രാജ്യത്ത് അങ്ങനെ വന്നിരുന്നെങ്കിൽ പല അപകടങ്ങൾ ഒഴിവാക്കാമായിരുന്നു. എന്തോരം അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളിൽ വിട്ട് ഇറങ്ങിയ പിള്ളേർ ഓടി സ്കൂൾ ബസ് തന്നെ ഇടിച്ച് അല്ലെങ്കിൽ മറ്റു വണ്ടി ഇടിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അത്യാഹിതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. നമ്മളങ്ങനെ കുണ്ടന്നൂർ ബ്രിഡ്ജിനോട് അടുത്തെത്താറായി. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരള ഫോക്ലോർ മ്യൂസിയം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നെറ്റിൽ പ്ലേസസ് ടു വിസിറ്റ് ഇൻ കൊച്ചി എന്ന് അടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേരള ഫോക്ലോർ മ്യൂസിയം. ഞാനിതുവരെ പോയിട്ടില്ല. കൊത്തുപണികളും മറ്റു സംഭവങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം, കൊത്തുപണികൾ പോലെ ശില്പങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടാത്തത്. ഉണ്ട് ഈ റോഡ് കണ്ടോ, ജൂലൈ അല്ലേ, ജൂലൈ 9-ാം തീയതി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു പേപ്പറിൽ. ഈ റോഡ് 2 ദിവസത്തേക്ക് അടയ്ക്കുമെന്നും റോഡ് ടാർ ചെയ്യുന്നൊക്കെ. പിന്നീട് പിന്നെ ഞാൻ വാർത്തയൊന്നും കണ്ടില്ല. എന്നിട്ട് ഇന്നിപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത് ജൂലൈ 20-ാം തീയതിയാണ്. ജൂലൈ 20-ാം തീയതി പോകുമ്പോഴും ആ റോഡ് അതുപോലെ തന്നെ കിടക്കുന്നു. വളരെ മോശമായി കിടക്കുന്നൊരു റോഡാണ് കുണ്ടന്നൂർ തേവര ബ്രിഡ്ജ്. ഇവിടെ മാത്രമല്ല, അതുപോലെ തന്നെ ഇരുമ്പനം SN ജംഗ്ഷൻ്റെ അവിടെയുള്ള ഒരു ബ്രിഡ്ജും വളരെ മോശമാണ്.
ഈ ഗട്ടർ വരുമ്പോൾ എങ്ങനെ വന്നാലും വണ്ടികൾ നിർത്തിച്ച് പയ്യെ കയറി ഇറങ്ങിയേ പോവുള്ളൂ. അതുകൊണ്ട് ഒത്തിരി ബ്ലോക്ക് ഉണ്ടാവും, പലതും താമസം വരും, പലർക്കും പോകാനൊക്കെ താമസം വരും. അതുപോലെ തന്നെ ആംബുലൻസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും. ഈ 2 പാലം എത്രയും പെട്ടെന്ന് നന്നാക്കേണ്ടതാണ്. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം ന്യൂസിൽ വന്നിരുന്നു, 20-ാം തീയതി രാത്രി തൊട്ട് ചൊവ്വാഴ്ച വരെ ഈ റോഡ് അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുമെന്ന്. ഇപ്പോഴെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. അത്ര ഏകദേശം 10-14 കൊല്ലമായി ഈ റോഡിങ്ങനെ മോശമായി കിടക്കുന്നത് തുടങ്ങിയിട്ട്. ഈ ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിട്ട് അത്രമായി. ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിലെ എന്തായാലും ഒന്നും നന്നാവില്ല ഇങ്ങനെ പോയാൽ. ഒരു റോഡ് മര്യാദയ്ക്ക് ടാർ ചെയ്ത് നല്ല രീതിയിൽ ഗതാഗത യോഗ്യമാക്കാൻ പോലും കഴിവില്ലാത്തവരാണല്ലോ നമ്മളെ ഭരിക്കുന്നതും അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളൊക്കെ. ഇത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സുഖമെന്ന് പറയും. നമ്മൾ എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകാൻ നമ്മുടെ വൈറ്റില ടച്ച് ചെയ്യാതെ ഇതുവഴി കയറി പോയി തേവര വഴി കയറി നമുക്ക് MG റോഡിൽ കയറാം. ബൈക്കുകൾക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും സ്കൂട്ടറൊക്കെ. ആ ഗട്ടറിലൊക്കെ ഒന്ന് ചാടിക്കഴിഞ്ഞാൽ നടുവൊടിയും. ഇതുപോലെ തന്നെയാണ് SM ജംഗ്ഷൻ ഇരുമ്പനം റോട്ടിലുള്ള ആ ബ്രിഡ്ജിലും. വണ്ടികളൊക്കെ ഗട്ടർ കാണുമ്പോൾ സ്ലോ ചെയ്ത് പയ്യെ കയറ്റി ഇറക്കി പോകും. അപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടും അവിടെ. ആ ഒരു ബ്ലോക്ക് നേരെ പോയി SM ജംഗ്ഷനിലെ സിഗ്നലിലെത്തും. അതേ ബ്ലോക്ക് അത്രയും വണ്ടികൾ ഒരുമിച്ച് വൈറ്റിലയിലെത്തും. അങ്ങനെയാണ് ഈ ബ്ലോക്ക് വൈറ്റില ജംഗ്ഷനിലെ ബ്ലോക്കിൻ്റെ പ്രധാന സംഭവം തന്നെ ഈ റോഡ് ഇതുപോലെ മോശമായി കിടക്കുന്നതാണ്. തൃപ്പൂണിത്തുറ സൈഡിൽ നിന്ന് റോഡ് സ്മൂത്തായി കഴിഞ്ഞാൽ വൈറ്റിലയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒത്തിരി ഒഴിവാക്കാൻ കഴിയും. അതുപോലെ ഈ റോഡിലെ തിരക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബൈപ്പാസിൽ ഉള്ള കുണ്ടന്നൂർ ബൈപ്പാസിലുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരടിലേക്കുള്ള ബ്ലോക്കൊക്കെ ഒത്തിരി ഒഴിവാക്കാൻ കഴിയും. ഈ കാണുന്ന ബ്രിഡ്ജ് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഇതിങ്ങനെ മുകളിൽ കൂടെയുള്ള ഓവർ ബ്രിഡ്ജാണല്ലോ. മറ്റേ താഴെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, വീടുകളും മറ്റും റോഡൊക്കെ ഉണ്ട്. പനങ്ങാട് നെട്ടൂർ ഈ അങ്ങയുടെ ഏരിയയൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് വരുന്നത്. ഈ ഒരു റോഡിൽ ഒരു വശത്താണ് പണ്ടൊരിക്കെ നമ്മുടെ ഒരു ഫ്ലാറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞില്ലേ, ഡെമോളിഷൻ നടത്തിയില്ലേ, ഇടിച്ചു പൊളിച്ച് കളഞ്ഞില്ലേ, അത് ഇവിടെ ആയിരുന്നു. ഇവിടെയൊക്കെ എന്തോ വലിയ ഗട്ടറുണ്ട്, അതാണ് ഇത്രയും ബ്ലോക്ക്. ഒരു വണ്ടിക്ക് എത്ര മികച്ച വണ്ടിയാണെങ്കിൽ പോലും ആ കുഴിയിൽ ഇറങ്ങി പോകാൻ പറ്റാത്ത തരത്തിലുള്ള കുഴിയാണ്. അത്ര അഗാധമായ ഗർത്തം തന്നെയാണ്. കണ്ടോ, ഒരാളിത് അവിടെ ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത്. അതെന്തിനാണ്? അതും വളരെ ശ്രദ്ധിച്ചു പോകേണ്ട റോഡാണ്. എവിടേക്കാണ് ഗട്ടർ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേ കണ്ട കുഴി കണ്ടില്ലേ, ചാടിച്ചു കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പണി തീരും. നമുക്ക് എങ്ങനെ വന്നാലും കുഴിയിൽ ഇറങ്ങി കയറിയേ പോകാൻ വരുള്ളൂ. വലിയ വണ്ടികളൊക്കെ ഒത്തിരി പോകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം റോഡ് തകർന്നത്. പക്ഷെ എന്നാലും 10-14 വർഷമൊക്കെ ഒന്നും ചെയ്യാതെ ഇട്ടേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മൾ ശരിക്കും പ്രതികരിക്കേണ്ടത് തന്നെയാണ്. ജനങ്ങൾ ഈ പറഞ്ഞ ഭരിക്കുന്നവരൊന്നും ശരിക്കും ഇവിടെ ഭരിക്കാൻ യോഗ്യരല്ല. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്തു പോകേണ്ടവരാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ ജയിപ്പിച്ചു വിട്ടേക്കണേന്ന് മനസ്സിലാവുന്നില്ല. അത് ഒരു സ്ഥലത്തോ 2 സ്ഥലത്തോ കുഴിയാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഈ റോഡ് മുഴുവൻ ഗട്ടറുകളാണ്. ഒരു 10-20 km/h അല്ലാതെ പോകാനും പറ്റില്ല. അത്രയും ബ്ലോക്കല്ലേ ഉണ്ടാക്കുന്നത് ഇവിടെ. ഇതുവഴി സ്ഥിരം പോകുന്ന ബൈക്കുകാരാണെങ്കിൽ ഉറപ്പാണ് നടുവിന് പ്രശ്നം വരും. അതുപോലത്തെ റോഡുകളാണ്. മുന്നിൽ ആ ബുള്ളറ്റുകാരൻ ചാടിച്ച് കൊണ്ടുപോകുന്നത് കണ്ടോ. ഇതൊക്കെ പിന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. നടുവിലേക്ക് നല്ല ക്ഷതമാണ് ഈ കുഴികൾ ചാടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇന്ന് ആകാശം അത്യാവശ്യം തെളിഞ്ഞ ആകാശം കേട്ടോ, മഴയൊന്നും പെയ്തില്ല. അതെ, അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടിക്കണ എന്താണാവും. നമ്മളങ്ങനെ ഒരു ഗട്ടർ പോലും മിസ് ചെയ്യാതെ എല്ലാത്തിലും ചാടിച്ച് നമ്മൾ മരട് ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. മരട് ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ റോഡ് ബൈപ്പാസ് ക്രോസ് ചെയ്ത് നേരെ നമ്മൾ മരട് അതുവഴി തൃപ്പൂണിത്തുറ കയറി നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ നല്ല രസമാട്ടോ, കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണൽ, ചെറിയ ജ്യൂസല്ല മറ്റേ തണ്ണിമത്തനും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ആവട്ടെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലൈക്ക് ചെയ്യണം, തുടർന്നും കാണുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.